അപ്പോൾ അന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ പൈപ്പ് അടിച്ചിറക്കിയ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തരാണ്. ഒരു 4 ഇഞ്ചുണ്ട്, അത് മുകളിലത്തെ ബാത്റൂമിൻ്റെയാണ്, മുകളിൽ നിന്ന് ഇറങ്ങണത്. മറ്റേ അപ്പുറത്തെ 2 ഇഞ്ചുണ്ട്, ആ 2 ഇഞ്ചും മുകളിൽ നിന്ന് ബാത്റൂമിൽ കുളിക്കണ വെള്ളം ഇറങ്ങണതാണ്. പിന്നെ മുകളിലത്തെ ബാത്റൂമിൽ നമ്മൾ സെപ്പറേറ്റ് 1.5 ഇഞ്ചിന് അടിച്ച് കയറ്റിക്കണം. അടിക്ക് 1.5 ഇഞ്ചാണ് ഇറങ്ങുന്നത്, ടാങ്കുന്നത്. അതാണ് അതിൻ്റെ അപ്പുറത്ത് ഫിൽട്ടർ ഉള്ളത്. അതിൻ്റെ അപ്പുറത്തുള്ളത് 1.5 മുകളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ ഫിൽട്ടർ സെൻറ്റർക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തടസ്സമാണ്, അതവിടെ ബുദ്ധിമുട്ട് വഴി തടസ്സമാണ്. അപ്പോൾ സൈഡിലേക്ക് ചെരിച്ച് കൊടുത്തിരിക്കുന്നത് അതിനാണ്. അപ്പോൾ നമ്മൾ വാൾവ് പൂട്ട് ഫിൽട്ടർ ഊരിയിട്ട് അതിലുള്ള കച്ചറയും കാര്യങ്ങളും ടാങ്ക് വെച്ചിട്ടുള്ളൂ. എന്നാലും നമ്മൾ പൈപ്പിൻ്റെ മുരിയും കാര്യങ്ങളും ഉണ്ടാവും, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് നമ്മൾ അന്നത്തെ പരിപാടി. അല്ല, ഫിൽട്ടർ ഊരി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കച്ചറ കാണിച്ചു തരാം. അത് ജസ്റ്റ് ഇത് ഡിസ്ക്കാണ് വരുന്നത്. 2 ഐറ്റം വരുന്നുണ്ട്. നെറ്റ് വരുന്നത് വേറെ ഉണ്ട്, ഇത് ഡിസ്ക് വരുന്നത് വേറെ ഉണ്ട്. 2 ഐറ്റം വരുന്നുണ്ട്. ഇതിങ്ങനെ ഊരിയിട്ട് ത്രെഡിന് ഊരിയിട്ട് വലിച്ചാലും പോരും. അതിന് ഓരോ ഡിസ്ക് കൊടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കാം. ഒക്കെ ഊരിയെടുത്തിട്ട് ക്ലീൻ ആക്കാം, എത്ര കച്ചറ ഉണ്ടെങ്കിലും. അതായത് മോട്ടർ അടിക്കുമ്പോൾ ടാങ്കിൽ കയറല്ലേ, അത് സോൾവെൻറ്റ് ഇതായതാണ്. പൈപ്പിൻ്റെ മുരികളാണത് മറ്റേത് കാണുന്നത്. പൈപ്പിൻ്റെ മുരിയും കാര്യങ്ങളും നമ്മളെങ്ങനെ പ്ലംബ് ചെയ്താൽ നോക്കി തുടച്ചിതാക്കിയാലും പ്ലംബ് ചെയ്താലും പൈപ്പിൻ്റെ ഉള്ളിലും മുരിയും കാര്യങ്ങളും വരും. അത് പൈപ്പിലൂടെ വന്ന് ടാപ്പിൻ്റെ സ്പിൻഡലിൻ്റെ അവിടെ വന്ന് നോബിലും വന്നിട്ട് എന്ത് ചെയ്യും, വെള്ളം സ്പീഡ് ഉണ്ടാവില്ല. ആ ഒരു പ്രശ്നം എല്ലായിടത്തും കാണുന്നതാണ്. പിന്നെ നമ്മളതിൻ്റെ അപ്പുറത്ത് അടിച്ചിറക്കിയിട്ടുള്ള 1 ഇഞ്ച്, 1.25 ഇഞ്ച്, 1/2 ഇഞ്ച്, വേറെ 1.25. 3/4 ഇഞ്ച് നമ്മൾ ലൈൻ വെള്ളമാണ്, 1 ഇഞ്ച് നമ്മളെ മോട്ടറിൻ്റെയാണ്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ഓട്ടോമാറ്റിക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മോട്ടറിൻ്റെ മോട്ടറിൻ്റെ പാനൽ ബോർഡ് അവിടെ വരിക. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഉള്ളിൽ തന്നെയാണ് മോട്ടറിൻ്റെ സ്വിച്ചും കാര്യങ്ങളും. അപ്പോൾ അവിടെ നമ്മൾ ഉള്ളിൽ 6MD വെച്ച് കഴിഞ്ഞാൽ ആ 6MDക്ക് കറക്റ്റായിട്ടുള്ള ഡിസ്പ്ലേ വരുന്ന ഒരു പാനൽ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കിൻ്റെ. അപ്പോൾ അത് കൊടുക്കേണ്ട പ്ലാനിലാണിത്. 1.25 നമ്മൾ അടിച്ചിറക്കുന്നത് ടാങ്ക് കഴുകാനുള്ളത്, ക്ലീനാക്കാനുള്ളതാണ്. ടാങ്ക് കഴുകാൻ തന്നെ മോട്ടറിന് അടിച്ചിട്ട് വാൾവ് തുറന്നു കഴിഞ്ഞാൽ കച്ചറ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കച്ചറൊക്കെ പോരും, ഫുള്ള് ആണ് പോരും. ഇനി നമ്മൾ മുകളിൽ കയറേണ്ട ആവശ്യമില്ല ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട്. മോട്ടർ എന്ന് ഇട്ടിട്ട് അടിയത്തെ വാൾവിന് തുറന്നാൽ വെള്ളം കഴിയുന്ന സമയത്ത് മോട്ടർ ഒന്ന് ഓണാക്കിയിട്ട് വാൾവിന് തുറന്നാൽ കച്ചറൊക്കെ ഇളക്കിയിട്ട് പോരും. നല്ല ഫോഴ്സിൽ പോരുന്നുണ്ട്. മുകളിൽ നിന്നല്ലേ വരുന്നത്, 2ാം നിലയുടെ മുകളിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ മുകളിൽ സോളാറിൻ്റെ 1 ഇഞ്ച് കൂടി അടിച്ചിറക്കിയിട്ടുണ്ട്. ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ സോളാർ വേണമെന്നുണ്ടെങ്കിൽ ഹീറ്റർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ശരി. എന്നാൽ വേറെ എന്തൊക്കെ വർത്താനം, സുഖമല്ലേ?